ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അത് നമുക്കൊന്ന് ബോയിലാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് കട്ടാക്കി എടുക്കാനുണ്ട്. ഒരു സവോള, 2 തക്കാളി, 6-7 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാളയില്ലേ, അത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്കും കമൻറ്റും തന്നേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറട്ടെ, വല്ലാണ്ട് ബ്രൗൺ ഒന്നും ആയിക്കണ്ട, കാരണം ഇത് അരക്കാനൊക്കെ ഉള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ആ 2 തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കണേ. അതും കൂടി ചേർത്ത ശേഷം നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ. കൂടാതെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായി മിക്സായ ശേഷം നമുക്കിതൊരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായി സെറ്റായിട്ടുണ്ടാവുമേ. ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുവേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ അരച്ചെടുത്ത ഈ പേസ്റ്റ് നമ്മൾ ഈ ഉപയോഗിച്ച ഈ പാനിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ പാന് മാറ്റിയിട്ടൊന്നുമില്ലേ. ഇതിപ്പോൾ ആ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയിൽ ഇതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചച്ചോവയാവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് മാഗി ക്യൂബാണ്. 1 മാഗി ക്യൂബാണ് ഞാൻ ചേർക്കുന്നത്. 1 പീസ് മാഗി ക്യൂബ് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് കുറച്ചുകൂടി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. ആ മാഗി ക്യൂബും പച്ചമുളകൊക്കെ ഒന്ന് ശരിയായെടുക്കുക. അതിപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഇതിന് വരയിട്ട് കൊടുക്കണം 2 സൈഡിലായിട്ട്. കാരണം ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ആ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ വരയൊന്നും ഇടാണ്ട് ഇട്ട് കൊടുത്താൽ മുട്ടേൻ്റെ ഉള്ളിൽ ഈ ഉപ്പും മുളകൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 എണ്ണത്തിലും ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തക്കാളി ഗ്രേവിയിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഈ കറി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ട കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഞാനൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന്. അതുകൂടി ചേർത്ത ശേഷം നന്നായിട്ട് പിന്നെ ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക് യു.